നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് ഇന്നലെ ആരംഭിച്ചല്ലോ. നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹെലികോപ്റ്ററിൽ ട്രെസാപോളിസിലെ ഗ്രഞ്ച കമോറി ട്രെയിനിങ് സെൻറ്ററിലേക്ക് പറന്നിറങ്ങിയ വാർത്ത, വീഡിയോ ഒക്കെ ആരാധകരെ വല്ലാതെ സന്തോഷിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് CBF പുറത്തുവിട്ട താരങ്ങളുടെ വീഡിയോയിൽ നെയ്മറും ആഞ്ചലോട്ടിയും ഹഗ് ചെയ്യുന്നതൊക്കെ വലിയ രൂപത്തിൽ എല്ലാവരും ആഘോഷിച്ചു. പക്ഷേ പിന്നാലെ അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇന്ന് അതിനിർണായകമാണ് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇന്നലെ നെയ്മർ ജൂനിയറെ CBF ടെസ്റ്റിന് വിധേയനാക്കിയിട്ട്, അത് നെയ്മർ മാത്രമല്ല മറ്റു താരങ്ങളെയും ടെസ്റ്റിന് വിധേയരാക്കിയിട്ട് അത് സ്വാഭാവികമാണ്. പക്ഷേ നെയ്മറുടെ കാര്യത്തിൽ എക്സ്ട്രാ ട്രെയിനിങ്ങുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഒഫീഷ്യലി CBF തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തു. അതിൽ CBF പറയുന്നത് ഇങ്ങനെയാണ്: ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ്, അതായത് ഇന്നലെ ട്രെസാപോളിസിൽ നടന്ന ബ്രസീൽ ടീമിൻ്റെ പരിശീലനത്തിൽ താരം നെയ്മർ ജൂനിയർ പങ്കെടുത്തില്ല എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അറിയിക്കുന്നു. കൂടുതൽ അനുബന്ധ പരിശോധനകൾ നടത്തുന്നതിനായി താരത്തെ നഗരത്തിലെ ഒരു ക്ലിനിക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. ബ്രസീൽ ടീമിൻ്റെ മെഡിക്കൽ സംഘം നടത്തുന്ന വിലയിരുത്തലുകൾ പൂർത്തിയാകുന്നതുവരെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടില്ല. അതായത് നെയ്മറുടെ ടെസ്റ്റിൻ്റെ വിവരങ്ങളൊന്നും ഇനി, അതായത് ബ്രസീലിൻ്റെ ടീം ഡോക്ടേഴ്സ് വിലയിരുത്തിയതിന് ശേഷമല്ലാതെ പുറത്തുവിടുന്നില്ല. അതുവരെ ഇനിയൊന്നും പറയുന്നില്ല നെയ്മറുടെ കാര്യത്തിൽ എന്നാണ് CBFൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നലെ നെയ്മർ മാത്രമല്ല, ഡാനിലോയും ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഡാനിലോയുടെ കാര്യത്തിൽ അദ്ദേഹം ചൊവ്വാഴ്ച ലിബർട്ടഡോറസിൻ്റെ മത്സരം, കോപ്പ ലിബർട്ടഡോറസ് മത്സരം പൂർണ്ണമായും കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പരിശീലന കേന്ദ്രത്തിൽ തന്നെ തുടരുകയും റീജനറേറ്റീവ് വർക്കുകൾ മാത്രം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഇപ്പോൾ ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫ്ലെമിംഗോ താരം ഡാനിലോ ജിമ്മിൽ മാത്രമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതേസമയം നെയ്മർ ജൂനിയർ പിന്നീട് ടെസ്റ്റും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജിമ്മിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നെയ്മറുടെ കാര്യത്തിൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. അത് ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UOL ആണെങ്കിലും ഗ്ലോബോ ആണെങ്കിലും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലവർ പറയുന്നത് CBF നെയ്മർ ജൂനിയറുടെ കാഫ് ഇഞ്ചുറിയുടെ ഡയഗ്നോസിസ് കാത്തിരിക്കുകയാണ്. സാൻഡോസിനോട് നേരത്തെ ഇത് അയക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സാൻഡോസ് അത് അയച്ചിരുന്നെങ്കിലും അതിൽ പൂർണ്ണ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായിട്ട് ഒരു ടെസ്റ്റ് നടത്തുകയാണ് ചെയ്തത്. അതിനുവേണ്ടി അവിടുത്തെ ഒരു ക്ലിനിക്കുമായിട്ട് കോൺഫിഡൻഷ്യൽ എഗ്രിമെൻറ്റിൽ വരെ CBF എത്തി. അതായത് വിവരങ്ങൾ പുറത്തു പോകരുത്. അപ്പം ഇപ്പോൾ ESPN ബ്രസീലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളനുസരിച്ച് ആ ക്ലിനിക്ക് സാധാരണ 7 മണി വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കാണ് വൈകുന്നേരം. അപ്പോൾ 4 മണിയോടുകൂടി മറ്റ് പബ്ലിക്കിന് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തി. അപ്പോൾ പിന്നെ നെയ്മർക്ക് വളരെ സ്വകാര്യതയിൽ തന്നെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകൾ നടത്താമല്ലോ. അങ്ങനെ നെയ്മർ അവിടെ ചെല്ലുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നെയ്മർ വളരെ നിരാശനായിട്ടാണ് കാണപ്പെട്ടത് എന്ന തരത്തിലുള്ള വീഡിയോകളും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. റോഡ്രിഗോ ലാസ്മർ പിന്നീട് നെയ്മറുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ദിവസമാണ് നെയ്മറുടെ ടെസ്റ്റിൻ്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ചൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് CBF പോവുക, ആഞ്ചലോട്ടി പോവുക എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും പരിക്ക് സീരിയസ് അല്ലാതിരിക്കട്ടെ, അദ്ദേഹം ക്യാമ്പിൽ തുടരണമെന്ന് തന്നെയാണല്ലോ ഒരു ആഗ്രഹിക്കുന്നത്. കാരണം നെയ്മറുടെ വരവ് ബ്രസീൽ സ്ക്വാഡിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം എല്ലാവർക്കും അറിയാമല്ലോ. സോ അദ്ദേഹം ഉണ്ടാവണം എന്നുള്ള അതിയായ ആഗ്രഹം CBFനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവസാനം വരെ അവർ കാര്യങ്ങൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആഞ്ചലോട്ടിയും അത് ആഗ്രഹിക്കുന്നത്, അദ്ദേഹം അവിടെ തുടരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നെയ്മറുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് ഇനി ഒരു വിവരവും നൽകില്ല എന്ന് CBF പറയുന്നത്. മെഡിക്കൽ പരിശോധനയുടെ ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവാതെ ഇനിയൊരു വിവരവും അറിയിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.